ഇന്ന് നമ്മുടെ യാത്രയിൽ 2-ാം ദിവസമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. നമ്മൾ കോൺഫ്ലെക്സും അതുപോലെ തന്നെ ഓരോ സാധനങ്ങളൊക്കെ ഡിഫറെൻ്റായിട്ട് ട്രൈ ചെയ്തു. പിന്നെന്താ പറയുക, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കോംപ്ലിമെൻ്ററി ആയിട്ട്. അപ്പം നമ്മൾ ഓരോന്നൊക്കെ ട്രൈ ചെയ്തു. പിന്നെ മെയിൻ കോഴ്സിലോട്ട് കടന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഊബർ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം റാമോജി ഫിലിം സിറ്റിയാണ്. സിനിമയുടെ സ്വപ്ന നഗരം എന്ന് പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ ഒരു സ്വപ്ന കേന്ദ്രമാണ് റാമോജി ഫിലിം സിറ്റി. മലയാളത്തിന് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലുള്ള ചിത്രങ്ങളും റാമോജിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 9-9:30 സമയത്താണ് റാമോജിയിൽ എത്തിയത്. അപ്പോൾ ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജാണ് നമ്മളെടുത്തത്. 1500 ആയിരുന്നു പെർ പേഴ്സൺ. അപ്പോൾ അതിൽ നോൺ AC ബസ്സാണ് അങ്ങനത്തെ. അപ്പം പല പാക്കേജുണ്ട്. അപ്പോൾ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല ഈ സ്റ്റുഡിയോ പാക്കേജിൽ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് നമുക്കൊരു സ്റ്റിക്കറൊക്കെ നമ്മുടെ ഇതിൽ ഒട്ടിക്കും. അതിനുശേഷം നമുക്ക് എല്ലായിടത്തോട്ടും പോകാനായിട്ട് ബസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ക്യൂ നിന്നിട്ട് റാമോജിയുടെ ഈ ബസ്സിൽ കയറും. നമ്മുടെ കൂടെ തന്നെ ഒരു ഗൈഡും ഉണ്ടാവും, നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ആദ്യത്തെ ഒരു ബസ്സിൽ മാത്രമേ ആ ഒരു ഗൈഡ് ഉണ്ടായിരുന്നുള്ളൂ, വെച്ചാൽ ഏത് സിനിമ ഏത് ലൊക്കേഷൻ എന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പുള്ളി പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നത് വളരെ നന്നായിട്ടെന്ന് തോന്നി. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് കാണുമ്പം ഏതൊക്കെയോ സിനിമകളിൽ കണ്ട ഒരു ഫീലാണ് നമുക്ക് ശരിക്കും ഓരോ ലൊക്കേഷൻ കാണുമ്പോഴും തോന്നുന്നത്. അപ്പോൾ ഈ പുള്ളി പറഞ്ഞും കൂടെ തരാൻ നേരത്ത് നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ കാണുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പറയാതെ അറിയാതെ എന്ന് പറഞ്ഞ് നമ്മുടെ ഉദയനാരത്തിൽ ആ ഒരു പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ ജോധ അക്ബറൊക്കെ ഷൂട്ട് ചെയ്തതും ഈ ഒരു ലൊക്കേഷനിലാണ്. പിന്നെ ഈ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഡേറ്റി പിക്ചറിലെ ഉലാല എന്ന് പറഞ്ഞ പാട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ചന്ദ്രമുഖി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. ശരിക്കും ആ ഒരു ഭീകരത ആ വീട്ടിലോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും നേരിട്ട് കാണുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഡൽഹിയിലെ ഗുരുദ്വാരയുടെ ഒരു മോഡലാണ്. പിന്നെ നമ്മുടെ മുംബൈ ലൊക്കേഷൻ പോലെ ഇരിക്കുന്ന സ്ട്രീറ്റുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ കാണുന്നത് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു വീടാണ്. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ, നമ്മൾ കണ്ട് തീരാത്തത്ര കാഴ്ചകൾ റാമോജിയിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലും ലൊക്കേഷനുള്ള ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുഷ്പ 2ൻ്റെ എന്തൊക്കെയോ സീൻസൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് മഹാഭാരതത്തിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയാണ്. അപ്പം ആ ഒരു പണ്ടത്തെ സീരിയലിൻ്റെ ഒരു ലൊക്കേഷനൊക്കെ അവിടെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു റോയൽ ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ മെയിൻ ബാഹുബലി സെറ്റാണ് നമ്മൾ വണ്ടി എത്തി നിന്നത്. അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ബാഹുബലിയുടെ പിക്ചേഴ്സ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഹിഷ്മതിയുടെ സിമ്പൽ അതുപോലെ തന്നെ. അപ്പോൾ അവിടെ നിന്നൊക്കെ പിക്ചേഴ്സൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര സൂപ്പറാണ്. പിന്നെ അവിടുത്തെ ആ ഓരോ എലമെൻസും കാര്യങ്ങളെല്ലാം ആ പിക്ചറിൽ യൂസ് ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവിടുത്തെ ഒരു കവാടം എന്ന് പറയുന്ന ആ സിനിമയുടെ ലൊക്കേഷനിലോട്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ 2 വലിയ ആനകളും അതുപോലെ തന്നെ ആ ദൂരത്തിൽ കാണുന്നതാണ് നമ്മുടെ മഹിഷ്മതിയുടെ ആ ഒരു കുതിരയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഉച്ച സമയത്താണ് ചെന്നത്, അതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ അവിടെ മഴയെപ്പോഴാണ് വെയിലെപ്പോഴാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിലെവിടെ നോക്കിയാലും നമുക്ക് അതിൻ്റെ റിയൽ ക്യാരക്ടേഴ്സിൻ്റെ പ്രതീതി കിട്ടും. നമ്മുടെ ദേവസേന ഇതുപോലെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ. ശേഷം അവിടെ ഒരു ശിവലിംഗം ഉണ്ട്, അവരെ പൂജ ചെയ്യാനൊക്കെ കാണിക്കുന്ന ഒരു ഷോട്ട് എടുത്തേക്കുന്ന സീൻ ഇവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ ആ സോങ് സീക്വൻസിലുള്ള രഥം, ബാഹുബലി വലിക്കുന്ന ഒരു രഥം ഉണ്ടല്ലോ, അതാണിത്. ശരിക്കും തൊട്ട് നോക്കിയാൽ അറിയാം അതൊരു ടെമ്പററി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതുപോലെ തന്നെ കാലകേൻ്റെയും അതുപോലെ തന്നെ പല പിക്ചേഴ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതാണ് ബാഹുബലിയുടെ ആ ഒരു സിംഹാസനം എന്ന് പറയുന്നത്. അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പപ്സൊക്കെ മേടിച്ച് ചെറുതായിട്ടൊന്ന് ചിക്സായിട്ട്. പിന്നെ ഇതാണ് നമ്മൾ ഭല്ലാൽ ദേവനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ അതിനുശേഷം അതിനടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ, അതിനടുത്ത് തന്നെ ബാഹുബലിയുടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ബിരിയാണിയാണ് മേടിച്ചത്. അവിടുത്തെ ഫുഡ് ഐറ്റംസിനെല്ലാം അവിടുത്തെ ക്യാരക്ടേഴ്സിൻ്റെ പേരാണ്. നമ്മൾ മേടിച്ചത് അമരീന്ദ്ര ബാഹുബലി ബിരിയാണിയാണ്. അതുപോലെ തന്നെ അവന്തിക ലെമണേഡുണ്ട്, ദേവസേനയുടെ സ്പെഷ്യൽ ഐറ്റം, അങ്ങനെ എല്ലാം ക്യാരക്ടേഴ്സിൻ്റെ പേര് വെച്ചിട്ടാണ് അവിടെ ഫുഡ് ഐറ്റംസൊക്കെ ഉള്ളത്. അപ്പം ബിരിയാണി നന്നായിരുന്നു. ഒരു ഹൈദരാബാദി ബിരിയാണിയുടെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി പോലത്തെ ആയിരുന്നു അതിൻ്റെ ടേസ്റ്റ്.
പിന്നെ എനിക്ക് കിട്ടിയൊരു വെറൈറ്റി കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലി സെറ്റിലെ ഒരു മഴയാണ്. ഒരു നല്ല വൈബായിരുന്നു ആ ഒരു മഴ എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോഴൊക്കെ ആ ഒരു വീഡിയോ നമുക്ക് കിട്ടത്തുള്ളൂ. എന്തോന്ന് അറിയില്ല, ഞങ്ങൾ കഴിക്കാൻ കയറിയ സമയത്ത് കുറച്ച് നേരത്തേക്ക് നന്നായിട്ട് മഴ പെയ്തു. അപ്പോൾ ബെല്ലാൾ ദേവനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സെറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് ആ ഒരു മഴയുടെ ആംബിയൻസിലും കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ എത്തിച്ചേർന്നത് ഇവിടെയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഏത് മലയാള സിനിമയാണ് ഇവിടെ ഷൂട്ട് ചെയ്തതെന്ന് നമുക്ക് കിട്ടിക്കാണും. എല്ലാവരും അറിയുന്ന പോലെ തന്നെ ഉദയനാരതാരത്തിൽ ആ ഒരു പാട്ട് സീക്വൻസൊക്കെ എടുത്തതും പിന്നെ അതിനകത്തെ കൂടുതൽ വിഷ്വൽസും ഷൂട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. നമ്മൾ എന്താ പറയുക, വേറൊരു സ്ഥലത്ത് എത്തിയൊരു ഫീൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷനിൽ എത്തുമ്പോൾ. നമുക്ക് പിക്ചേഴ്സ് എടുക്കാനാണേലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാനാണേലും ഭയങ്കര രസമാണ്. നല്ല ബാക്ക്ഗ്രൗണ്ടും അതുപോലത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ അതിനുശേഷം ഈ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ ഒരു ഈ നമ്മുടെ അവതാറൊക്കെ ഷൂട്ട് ചെയ്തേക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന രീതിയിലുള്ളൊരു വീഡിയോ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആൾ ചെയ്തേക്കുന്ന രീതിയിൽ തന്നെയാണ് അതിനകത്ത് ആ ഒരു ഇത് മൂവ് ചെയ്യുന്നത്. അപ്പം ഉണ്ടോ, ഓരോ കാല് വെക്കുന്ന അനുസരിച്ചാണ് ആ ഒരു അവതാറിൻ്റെ രൂപം അതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഇതിന് ചുറ്റും അറേഞ്ച് ചെയ്തേക്കുന്ന ക്യാമറകളും അതുപോലെ തന്നെ ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെയാണ്. പിന്നീട് ഒരു ഗ്രീൻ സ്ക്രീനിൽ നമ്മൾ വെളി രാജ്യത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു രീതിയിൽ വീഡിയോ വരുന്ന ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് എയർപോർട്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അങ്ങനത്തെ കുറേ ലൊക്കേഷൻസ് കാണാൻ പറ്റി. പിന്നെ എയർപോർട്ടിലോട്ട് ഇതൊക്കെയാണ് നമ്മൾ സിനിമയിൽ കാണുന്ന എയർപോർട്ടിൻ്റെ എൻട്രൻസും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ. പിന്നെ ഇത് കണ്ടല്ലേ മേക്കപ്പ് മാനകത്ത് ആ ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് രാമോജി ഫിലിം സിറ്റിയിലുള്ളത്. അപ്പം സിനിമ സെറ്റുകൾക്ക് പുറമേ ഒരുപാട് സൂ പോലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ മ്യൂസിയം അങ്ങനെ കുറേ കാര്യങ്ങളും രാമോജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ മനോഹരമായ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ ടയേർഡായി നടന്ന്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പോയ സ്ഥലത്തേക്ക് കൂടുതൽ കാര്യങ്ങളും പറ്റുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ ഗുഹാക്ഷേത്രങ്ങൾ പോലത്തെ മോഡലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ മോഷൻ വീഡിയോസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ കയറുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഗാർഡൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അമരക് ബറന്തോണിക്കകത്ത് ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് ഈ കാണുന്നത്. പിന്നെ ഇത് അവസാനിക്കുന്നത് രാമോജി ഷോ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജ് ഷോ വെച്ചിട്ടാണ്. അതത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ അവർ കുറേ പ്ലോട്ടിങ് അറേഞ്ച്മെൻ്റൊക്കെ ആയിട്ടാണ് ഈ രാമോജിയുടെ ഒരു 1 ഡേ അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇതുപോലെ പല വെറൈറ്റികളായിട്ടുള്ള പ്ലോട്ടുകളും ലാസ്റ്റ് നമ്മുടെ ഫിലിമിൻ്റെ കമ്പൈൻഡ് ഫോമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുള്ളൊരു പ്ലോട്ടാണ് ലാസ്റ്റ് വന്നത്. അപ്പം ഈ ഒരു സംഭവം കൊണ്ടാണ് ഇവർ ആൾക്കാരൊക്കെ കയറുന്നതൊക്കെ ആ ഒരു ദിവസം തീരുന്നത് ഇങ്ങനത്തെ ഒരു പ്ലോട്ടിൻ്റെ ഒരു റാലി വെച്ചിട്ടാണ്. അപ്പം നല്ല രസമായിരുന്നു കാണാനൊക്കെ. ഒത്തിരി നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഓരോ പ്ലോട്ടുകളും. ശേഷം നമ്മൾ പോകാനായിട്ട് എക്സിറ്റിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. കൂടാതെ തന്നെ മഴ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഭാഗ്യത്തിന് നമുക്ക് ആദ്യം തന്നെ ഒരു ബസ്സിൽ സീറ്റ് കിട്ടി. അപ്പോൾ കാണാം എത്രത്തോളം ആൾക്കാരുടെ തിരക്കുണ്ടെന്ന്. അതിനുശേഷം കുഴപ്പമില്ലാതെ തിരിച്ചു പോന്നു. അപ്പോൾ ഇതാണ് രാമോജിയുടെ ആ ഒരു ഗ്രേറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പം രാത്രിയിൽ നല്ല രസമാണത് കാണാൻ. മഴക്കാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് ഒരു എത്ര മണിയായി, 6:30-7 മണിയായി ഇറങ്ങിയപ്പോൾ. ശേഷം പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമോടെ കഴിച്ചിട്ട് റൂമിലോട്ട് പോയി.